പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. എന്തായാലും ആസന്നമായ ഒരു ഇറാൻ ആക്രമണത്തിന്റെ നിഴലിലാണ് ലോകം. അമേരിക്ക ഏത് നിമിഷവും ഒരുപക്ഷെ ഇറാനെ ആക്രമിച്ചേക്കാം എന്നുള്ള വാർത്തകൾ വിശകലനം ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും അമേരിക്കയ്ക്ക് ആ മേഖലയിൽ ഭീഷണിയായ ഒരു രാജ്യമല്ല ഇറാൻ. പ്രത്യേകിച്ചും ഇറാൻ അവരുടെ ദീർഘദൂര മിസൈലുകൾ ന്യൂയോർക്കിൽ എത്തുന്ന വിധം അതിന്റെ ദൂരപരിധി വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിനൊന്നും സ്ഥിരീകരണമില്ല. വെനിസ്വേലയുടെ കഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇറാന്റെ കഥ. പ്രത്യേകിച്ചും വെനിസ്വേലയുടെ മേൽ ഇങ്ങനെ ഒരു കടന്നുകയറ്റത്തിനും അവരുടെ പ്രസിഡന്റും ഒക്കെ തട്ടിക്കൊണ്ടു പോകുവാനും അമേരിക്ക പറഞ്ഞ ഒരു കാര്യമുണ്ട്. വെനിസ്വേല സ്പോൺസർ ചെയ്യുന്ന ഒരു ട്രക്ക് മാഫിയ അത് അമേരിക്കയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മിക്കപ്പോഴും അമേരിക്കയുടെ യുവത്വത്തെ അത്തരം ട്രക്കുകൾ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ആ മയക്കുമരുന്നുകളുടെ ആലസ്യത്തിൽ അമേരിക്കൻ ജനത, യുവജനത നശിച്ചു പോകുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു വിശദീകരണം അത് ഏകദേശവും ഒരുപക്ഷെ യാഥാർത്ഥ്യബോധമുള്ളതാണ്. അത് നമ്മൾ മിക്ക സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. ആ മേഖലയിലെ രാജ്യങ്ങൾ മിക്കപ്പോഴും മെക്സിക്കോ, വെനിസ്വേല മുതലായ രാജ്യങ്ങൾ ട്രക്ക് മാഫിയയും അവർ അമേരിക്കയിലേക്ക് ട്രക്ക് കയറ്റി അയക്കുന്നതും അതിനു പിന്നിലുള്ള വെനിസ്വേലയുടെയും മെക്സിക്കോയിലെയും ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വാധീനവും അവരുടെ ഫണ്ടിങ്ങും ഒക്കെ. അതൊരു പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആക്രമണം ന്യായീകരിക്കപ്പെട്ടേക്കാം. കാരണം അവരുടെ യുവത്വം, അവരുടെ യുവത, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത് സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യം, അതിൻ്റെ നേതാവ് എന്നൊക്കെയുള്ള രീതിയിൽ അമേരിക്ക ഒരുപക്ഷെ ന്യായീകരിക്കപ്പെട്ടേക്കാം. പക്ഷേ ഇറാനിലെ ഇത്തരം ആക്രമണങ്ങൾ അമേരിക്ക നടത്തുകയാണെങ്കിൽ അതൊരിക്കലും ന്യായീകരിക്കുവാൻ സാധ്യതയില്ല. അത് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ എന്ന് പറയുവാനേ നമുക്ക് തരമുള്ളൂ. കാരണം ഒരിക്കലും ഇറാൻ ആ മേഖലയിൽ അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മറിച്ച് ഇറാൻ ഭീഷണിയാകുക ഇസ്രായേലിനാണ് എന്നതും യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം അത് ഇസ്രായേലിനെ വ്യക്തവും ദൃഢവുമാക്കിയ ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യം ഇറാന്റെ മിസൈലുകളുടെ ചൂടും അറിഞ്ഞ 12 ദിന യുദ്ധങ്ങളായിരുന്നു അത്. ഒരുപക്ഷെ ആ യുദ്ധം 10-12 ദിവസങ്ങൾ കൂടി നീണ്ടുപോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ഗതി അധോഗതിയായതിനെ. ഒരുപക്ഷെ ആ രാജ്യം ചരിത്രത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് വന്നെത്തിച്ചേനെ. അത് ഇസ്രായേൽ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഇറാൻ ആക്രമിക്കുവാനുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം. ഇസ്രായേൽ ഇപ്പോൾ കളിക്കുന്നത് ഒരു എട്ടുകാലി മമ്മൂഞ്ഞിന്റെ രീതിയാണെന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വായിച്ചൊരു കാര്യമുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റഷ്യൻ പ്രസിഡന്റിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. തങ്ങൾ ഒരിക്കലും ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല, ഇറാന്റെ അകത്ത് നടക്കുന്ന യാതൊരു കാര്യങ്ങളിലും തങ്ങൾക്ക് യാതൊരു വിധമായ പങ്കുമില്ല, മാത്രമല്ല ഇറാൻ ആ രാജ്യം ഇപ്പോൾ നിൽക്കുന്നത് പോലെ നിൽക്കണം എന്നാണ് തങ്ങളുടെ ആഗ്രഹം എന്ന് ബെഞ്ചമിൻ നെതന്യാഹു റഷ്യൻ പ്രസിഡന്റ് വിളിച്ചു പറയും. ഇക്കാര്യങ്ങൾ ഇറാന്റെ അധികൃതരെ, ഇറാന്റെ പരമോന്നത നേതാവിനെ അറിയിക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ ഒരു ഇറാന്റെ ആക്രമണം ഭയക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇറാന്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിൽ അതിന് കാരണക്കാർ ഇസ്രായേൽ ആണെന്ന പേരിൽ ഇറാൻ ആക്രമിച്ചാൽ തങ്ങളുടെ ഗതി ദുർഗതിയാകുമെന്ന് ഇസ്രായേലിന് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റിനെ മധ്യസ്ഥനാക്കിക്കൊണ്ട് തങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊന്നും പങ്കില്ല എന്ന് ഇറാനെ ബോധ്യമാക്കുവാൻ ശ്രമിക്കുന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് വ്യക്തമായി അറിയാം. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനൈ തന്നെ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട്, ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് തങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കുവാൻ പറ്റാത്ത ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളാണ് മിക്കപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ അതൊരു കാര്യഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇറാൻ വ്യക്തമായും ശക്തമായും വിശ്വസിക്കുന്നത്, തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിടുകയും ചെയ്യുന്നത്, ഇറാൻ നടക്കുന്ന ആഭ്യന്തര കാര്യങ്ങളിൽ പ്രശ്നങ്ങളിലൊക്കെയും മൊസാദിന്റെ കടന്നുകയറ്റമുണ്ട് എന്നാണ്. ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം മിക്കപ്പോഴും മൊസാദിന്റെ ചാരന്മാരെ ഈ പ്രക്ഷോഭങ്ങൾക്കിടയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു, അവർക്ക് ശിക്ഷ വിധിക്കുന്നു എന്ന കാര്യങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. ഇറാനെ സംബന്ധിച്ച് ഈ പ്രക്ഷോഭം അടിച്ചമർത്താതെ നിർവൃത്തിയില്ല. കാരണം അവരുടെ സ്വത്വത്തിലൂന്നിയ ഒരു മുന്നേറ്റത്തിന് ഈ പ്രക്ഷോഭം അത് ഇല്ലാതായേ മതിയാകും. കാരണം കഴിഞ്ഞ 10-46 വർഷങ്ങളായി ഇറാൻ കൊടിയ ഉപരോധത്തെ അതിജീവിച്ച് അവരുടെ രാഷ്ട്രം ഉന്നമതിയിലേക്ക് നയിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ അവരുടെ ഡ്രോണുകൾ അതൊക്കെയും അത്യന്താധുനികമാണ്. റഷ്യയെപ്പോലെ ലോകത്തിൻ്റെ സൈനിക ശക്തിയിലും സാങ്കേതികയിലും ഒക്കെ ഒന്നാമതായി നിൽക്കുന്ന ഒരു രാജ്യം ഇറാന്റെ ആയുധങ്ങൾ വാങ്ങിച്ചത് യുദ്ധത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ
അതിജീവിച്ച ഒരു പാതയുടെ ഒരു ഏകദേശ രൂപം നമുക്ക് മനസ്സിലാകും. കാരണം അത്രമേൽ കടുത്ത ഉപരോധങ്ങൾ അതിജീവിച്ച് ആ രാജ്യം റഷ്യയ്ക്ക് പോലും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറാൻ ഈ ഉപരോധത്തെ അതിജീവിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സാങ്കേതികമായും സൈനികമായും അവരൊരുപാട് മുന്നേറിയിട്ടുണ്ട് എന്നത് വളരെ സ്പഷ്ടമാണ്. പക്ഷേ സാമ്പത്തികമായി അവരുടെ നട്ടെല്ലൊടിഞ്ഞിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. കാരണം ഈ 46 വർഷത്തെ ഉപരോധം അവരുടെ സമ്പത്ത്, പ്രത്യേകിച്ചും അവർ സമ്പന്നമായ ഒരു രാജ്യമാണ്, പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ഉപരോധം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എണ്ണ സമ്പന്നമായ രാജ്യം, ഡ്രൈ ഫ്രൂട്ട്സുകളും കുങ്കുമപ്പൂവും കൊണ്ടൊക്കെ സമ്പന്നമായ രാജ്യം, അവർക്ക് അത് പൊതുവിപണിയിൽ വിൽക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ, അത് വാങ്ങുന്ന രാജ്യങ്ങളുടെ പേരിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഉപരോധം ഏർപ്പെടുന്ന അവസ്ഥ, അത് ഒക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് ആ രാജ്യത്തെ നയിച്ചത് എന്നതും യാഥാർത്ഥ്യമാണ്. അതായത് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ക്രിയേറ്റ് ചെയ്ത 40 വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 45 വർഷങ്ങൾ കൊണ്ട് ആ രാജ്യത്തെ ക്രിയേറ്റ് ചെയ്യിച്ച ഒരു സംഭവവികാസം ഇപ്പോൾ അതിൻ്റെ പരമതമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. പക്ഷേ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ടെഹ്റാനിലെയൊക്കെ തെരുവുകൾ ഇറാൻ സർക്കാരിന് അനുകൂലമായ പ്രകടനങ്ങളാൽ മുഖരിതമാണ്, മുദ്രാവാക്യങ്ങളും മുഖരിതമാണ്. മിക്കപ്പോഴും ഖൊമേനിയുടെയും അതുപോലെ ഉള്ള നേതാക്കന്മാരുടെയുമായ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് 30-40 ലക്ഷം ആളുകളാണ് ഒരു പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് എന്ന രീതിയിലാണ്. അതായത് ഇറാൻ ആ ജനകീയ പ്രക്ഷോഭത്തെ അതിജീവിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ആയിട്ട് ഈ നിമിഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്ത. എന്തായാലും ഇറാൻ അവരുടെ അതിജീവനത്തിൻ്റെ ഒരു പാതയിലാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്ന ചില രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഇറാനിലെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ട് ഷാ ഭരണകൂടം വന്നാൽ വീണ്ടും ഇറാൻ പഴയ അവസ്ഥയിലേക്ക് കടന്നു പോകും എന്നതും യാഥാർത്ഥ്യമാണ്. യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ചൊൽപ്പെടുത്തിക്ക് നിൽക്കുന്ന ഒരു രാജ്യം അവരവരുടെ സ്വത്വത്തിലേക്ക് മടങ്ങുവാൻ ഒട്ടും സാധ്യതയില്ല. വീണ്ടും ഒരു അടിമ രാജ്യമായി തുടരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇറാൻ എത്തുന്നത് ആ രാജ്യത്തെ സംബന്ധിച്ച് ഒട്ടും ആശാജനകമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഇറാനെ സംബന്ധിച്ച് അവരൊരിക്കലും വലിയ അടിച്ചമർത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം ഒരിക്കലും വടക്കൻ കൊറിയയും അല്ലെങ്കിൽ ചൈനയും പോലെ അവർ സോഷ്യൽ മീഡിയയോ ഇൻ്റർനെറ്റിനെയോ ഒന്നും ഉപരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് അതൊക്കെ ഉപയോഗിക്കാൻ കഴിയായിരുന്നു. ഈ പർദ്ദയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഞാനൊക്കെ ഇറാനിൽ പോയിട്ടുള്ള ആളാണ്. അവിടെയൊന്നും ഈ മുഖം മൂടി മുഖം മറച്ച് നടക്കുന്ന ഒരു സമ്പ്രദായമൊന്നുമില്ല. തവല മറയ്ക്കുന്നു. പിന്നെ അവർ മിക്കപ്പോഴും ഇറാനി യുവതികൾ പാൻറ്റും അതുമൊക്കെയാണ് ധരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളൊക്കെയാണ് അങ്ങനെ പടച്ചുവിടുന്നത് എന്നത് ഒരു വിരോധാഭാസമാണ്. ചില പ്രത്യേക ലക്ഷ്യങ്ങളോട് കൂടിയുള്ള ചില മാധ്യമ പ്രവർത്തകരാണ് അങ്ങനെയൊക്കെ വാർത്തകൾ പടച്ചുവിടുന്നത്. പിന്നെ ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി ലിബറൽ ആകാമായിരുന്നു ഇറാൻ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത്രമേൽ വലിയ ഒരു മതചട്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ടായിരുന്നു. പക്ഷേ ഈ പർദ എന്നൊന്നും പറയുന്നത് അവിടെ അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും ആയ കാര്യമല്ല. എന്തായാലും യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ കുൽസിത ശ്രമങ്ങളെ അതിജീവിച്ച് ഇറാൻ അവരുടെ പാതയിലേക്ക് തിരിച്ചു വരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പതിറ്റാണ്ടുകൾ നീണ്ട ഉപരോധം അതിജീവിച്ച് ആ രാജ്യം അതിൻ്റെ നട്ടെല്ലുയർത്തി നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ സത്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.